ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പ്രത്യേകമായി എല്ലാവർക്കും നല്ലൊരു ദിശാബോധം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പഠിക്കുന്ന പഠന മേഖലയിൽ, നമ്മൾ അന്വേഷിക്കുന്ന ജോലി മേഖലകളിൽ, നമ്മൾ എഴുതുവാൻ പോകുന്ന പരീക്ഷകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധൻ്റെ മാധ്യശക്തി നമ്മളെ സഹായിക്കട്ടെ. ദൈവികമായ ഒരു ദിശാബോധം തന്ന് ഈ വിശുദ്ധൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവികമായ ഒരു ദിശാബോധം തന്ന് ഈ വിശുദ്ധൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മളാകുന്ന വ്യക്തികളിൽ, നമ്മുടെ കുടുംബങ്ങളാകുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈൻ വഴി നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവരെല്ലാ നിയോഗങ്ങളെ ഓർത്ത് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി നല്ലൊരു ദിശാബോധം തന്ന് നമ്മുടെ മക്കളെ ഒക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് കുറേ ആളുകൾ വീടുകളിൽ ഇരിപ്പുണ്ട്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ജോലി കിട്ടാതെ വരുമ്പോൾ നിരാശയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും വിശുദ്ധ മാധ്യസ്ഥം വഴി ദൈവത്തിന് സമർപ്പിച്ച് ദൈവമായ കർത്താവ് ഒരു ദിശാബോധം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടുന്ന മുമ്പ് തന്നെ സമാഗമ കൂടാരത്തിൽ ദൈവികമായ സാന്നിധ്യം അവരെ മുന്നോട്ട് നയിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിശാബോധം തന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, പരീക്ഷകൾ എഴുതാൻ പോകുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളുടെ പരീക്ഷ എഴുതുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പരീക്ഷ, നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ പരീക്ഷകൾ എഴുതുന്നവർക്ക് കുറേ എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നുണ്ട്. അവരെല്ലാവരും സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പലവിധ രാജ്യങ്ങളിൽ പോകുവാൻ വേണ്ടി ഭാഷകൾ പഠിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും പരീക്ഷകൾക്ക് വേണ്ടി നല്ലൊരു സെൻറ്ററുകളൊക്കെ തേടുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വിജയം നൽകുന്ന നല്ലൊരു സെൻറ്റർ തന്ന ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിവിധങ്ങളായ ഭാഷകൾ പഠിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം. നഷ്ടപ്പെട്ടു പോയ ചില സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. അവരെല്ലാവരും സമർപ്പിച്ച് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത ചില കാര്യങ്ങൾ, ചില സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആ സർട്ടിഫിക്കറ്റുകൾ ചില ഓഫീസുകളിലായി പോയിട്ടുണ്ട്, ചില സ്ഥാപനങ്ങളിലായി പോയിട്ടുണ്ട്, ചില വ്യക്തികളിലായി പോയിട്ടുണ്ട്. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ചില ആളുകൾ അവർ വീടിൻ്റെ ആധാരങ്ങൾ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ആധാരങ്ങളൊക്കെ പണത്തിന് വേണ്ടി ലോണ് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടുവാനും വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാർ അവരുടെ പാസ്പോർട്ടുകൾ ഏജൻസിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ തിരിച്ചു കിട്ടുന്നില്ല. പാസ്പോർട്ടിനൊപ്പം അവരെല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ സുപ്രധാനപ്പെട്ട ചില രേഖകൾ ദൈവം തിരിച്ചു തന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ആഭരണങ്ങളാകാം, ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാകാം. പല വിധത്തിലുള്ള നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് ചില ഗിഫ്റ്റ് കിട്ടിയ ചില സാധനങ്ങളൊക്കെ നിങ്ങൾ വളരെ വിലപ്പെട്ടതായി കരുതിയിരുന്നു, പക്ഷേ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കിട്ടേണ്ട ചില അവസരങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ട ചില സ്ഥാനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അന്യം വന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നിയോഗങ്ങളുമേൽ ദൈവത്തിൻ്റെ ഒരു കൃപയും ദൈവത്തിൻ്റെ ഒരു അത്ഭുതവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളൊക്കെ ദൈവം നികത്തി തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് നികത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില സ്ഥാനങ്ങളുണ്ട്, അതെല്ലാം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ പുണ്യപൂർണ്ണതകൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകളും കൃപകളും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ചില പഠന മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറേ ആളുകൾ അവർ പഠിക്കുന്ന വിഷയങ്ങളിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല, പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുന്നില്ല, വളരെയധികം ഭയത്തോടും പേടിയോടും കൂടി ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകളും കൃപകളും ഒരുക്കി ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസിനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ വിശുദ്ധ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, എനിക്ക് എൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ ദിശാബോധം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് പ്രാർത്ഥനയോടെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും നല്ല പഠന മേഖലകൾ, നല്ല രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുവാനും എന്നെ സഹായിക്കണമേ. പ്രത്യേകമായി ഇപ്പോൾ നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ വിലപ്പെട്ടതായ സർട്ടിഫിക്കറ്റുകൾ, ചില ആളുകൾ അവരുടെ വാഹനത്തിൻ്റെ RC ഒക്കെ ലോൺ വെച്ചിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ പാസ്പോർട്ടുകൾ, വിസകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവം ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പക്കലിൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ഈ നിയോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്വർഗീയ ക്രമീകരണങ്ങളും നടത്തി തരണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങെന്നെ സഹായിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു സായങ്കാലവും നല്ലൊരു രാത്രിയും ദൈവം നിങ്ങൾക്ക് നേരുകയാണ്. ഈ ആഴ്ചകളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. നമ്മളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും ദൈവം സംരക്ഷിക്കട്ടെ. നാളെ ഡെയിലി ബ്ലെസ്സിങ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.